10 നാൾ നീണ്ടുനിന്ന കാത്തിരിപ്പ് വിരാമമിട്ടുണ്ട്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് ഇന്നിത് അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് വി.ഡി. സതീശനെയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുതിർന്ന നേതാക്കളുമായിട്ടുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് 11 മണിക്ക് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഹൈക്കമാൻഡ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും നിലവിൽ ഹൈക്കമാൻഡ് ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഇതിന് IMCC അധ്യക്ഷന്റെ അംഗീകാരം ലഭിച്ചാലുടൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. 10 ദിവസമായിട്ട് കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രിയെന്ന് അറിയാൻ 10 ദിവസം പിന്നിട്ടിട്ടും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ഇതുവരെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിനും അവിടെ UDF-നും വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. കേരളം കണ്ട എക്കാലത്തെയും ചരിത്ര വിജയമായിരുന്നു UDF ഇത്തവണ സ്വന്തമാക്കിയിട്ടുണ്ടത്. 102 സീറ്റുകളുമായിട്ട് വൻ വിജയം സ്വന്തമാക്കിയപ്പോൾ അമരക്കാരനായിട്ട് മാറി കപ്പിത്താനായിട്ട് മാറിയത് വി.ഡി. സതീശനായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞ പേര് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് ആക്കണമെന്നായിരുന്നു. എന്നാൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുടെ പേരുകൾ വന്നതോടുകൂടി തന്നെ UDF പിന്നെ കോൺഗ്രസിൽ തന്നെ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വലിയ രീതിയിലുള്ളൊരു സംശയം ഉണ്ടായി. എന്തൊക്കെയാണ് പല വിധത്തിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ വി.ഡി. സതീശനെ ജനാഭിപ്രായം മാനിച്ച് മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വി.ഡി. സതീശന്റെ പേരിനോട് ലീഗിനും താല്പര്യമുണ്ടെന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ കാലതാമസം BJP ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നു. വൻ ഭൂരിപക്ഷം ലഭിച്ചിട്ടും അധികാരം വടംവലി കാരണം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്ത കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ മൂലമാണെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കളും LDF നേതാക്കളും ആരോപിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ മന്ത്രിസഭാ ചർച്ചകളിലേക്ക് മുന്നണി കടക്കും. K. മുരളീധരൻ, CP ജോൺ, ഷിബു ബേബി ജോൺ, MB അനിൽകുമാർ, ചാണ്ടി ഉമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ പേരുകൾ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരും. വി.ഡി. സതീശൻ തന്നെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് മാറുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം. കേരളത്തിലെ UDF-ന് ഇത്രയും വലിയൊരു വിജയം സമ്മാനിച്ചിട്ടുണ്ടെന്ന് വി.ഡി. സതീശന്റെ ഒറ്റ അധ്വാനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനാണ് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള എല്ലാ അർഹതകളും കാണുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.